ഒന്നില്ല. ഇത് ഭയങ്കര ഹാർഡാ ഗൈസ്. കൂളാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത്. ഇന്ന് ഫുള്ള് ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റേത് കാണിച്ചു തരാം. യെസ്, ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം. ഓക്കെ, അടുത്തത് വരാൻ പോകുന്നത് ബേബി ആൻഡ് ഷിമിയാണ്. അപ്പൊ അവരുടെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. അപ്പൊ രാവിലെ നമ്മൾ റെഡിയായി. ഇന്ന് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബാത്തു കേവിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ അവരും കൂടെ വരട്ടെ, എന്നിട്ട് ബാക്കി ഉണ്ടോ പറയാം. എന്താ ബേബി നല്ല മൂഡിലല്ല, കാരണം ഉറങ്ങാനുള്ള ഇതിലാണ്. അയാൾ കുറേ ആയിപ്പോൾ എഴുന്നേറ്റിട്ട്. അപ്പോൾ ഉറങ്ങാൻ ഇപ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ നമ്മളുടെ വീട് ലോക്ക് ചെയ്തു. വീട് തുറക്കുന്നത്, ലോക്ക് ചെയ്യുന്നത്, ചാവി എടുത്തേക്കുന്നതെല്ലാം സാനിയാണ്. ഓക്കെ, നമ്മളൊന്ന് വെരിഫൈ ചെയ്യാം. അവനെ ഏൽപ്പിച്ചെങ്കിലും യെസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ബേബി ദേ ഉറങ്ങാനുള്ള പരിപാടിക്കാണ്. ഇപ്പോൾ കിടന്നുറങ്ങും. എന്നിട്ട് ലിഫ്റ്റിൽ നമ്മളെ കയറ്റിയിരുന്നു. സാനിയാണ് ചെയ്യുന്നത്. ചാലുവാണ് എൻ്റെ ബാഗ് പിടിച്ചുള്ളത്. അതിലാണ് ക്യാമറ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. ഓക്കെ, പ്രസ് ചെയ്യൂ. ചെയ്താ ബേബി നല്ല ഇതിലല്ല, ഉറങ്ങാനുള്ള ഇതിലാണ്. നമ്മളിപ്പോൾ റിസപ്ഷനിലെത്തിയിട്ട് ഇപ്പോൾ വണ്ടി ബുക്ക് ചെയ്തു. എന്നിട്ടിപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബേബി നല്ല മൂഡിലല്ല. അപ്പോൾ അത് കാരണം ആളെ കാർട്ടൂൺ വെച്ച് ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ള പരിപാടിയായിരുന്നു ഡെയിലി നമ്മളുടെ. പക്ഷേ ഇന്നിപ്പോൾ ഫോട്ടോ എടുക്കുന്ന പരിപാടി നടക്കില്ല. കാരണം ബേബി നല്ല മൂഡിലല്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി അവിടെ എത്തിയതിന് ശേഷം ഫോട്ടോ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. കാരണം ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം ഡ്രൈവ്, അതിലും കൂടുതലുണ്ട്. കാരണം ഒരു 13 കിലോമീറ്ററോളം ഉണ്ട്. ഒരു അരമണിക്കൂറിലും കൂടുതലുണ്ട് അങ്ങോട്ട് എത്താൻ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയതിന് ശേഷം ബാക്കി ഫോട്ടോ എടുക്കാം. ഓക്കെ ബോയ്സ്, സാനി, ചാവി, യു ഫോർഗെറ്റ് ദ കീ. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളുടെ വണ്ടി ഓൾറെഡി എത്തിയിട്ടുണ്ട്. അത് ആ സൈഡിലാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിക്കോ. ചാലു ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അവിടെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് അവന്. വെരി ഗുഡ്. നമ്മളെ സ്ഥലത്ത് നമ്മൾ പുറത്തിറങ്ങി എന്ന് പറയാം. കണ്ടില്ലേ, എല്ലാവരും ബാക്കിൽ സെറ്റായി. ആദ്യം ഒരു ചെറിയ അടി ഉണ്ടായിരുന്നു, ആരും ബാക്കിൽ ഇരിക്കും എന്നുള്ളത്. ആ അടിയൊക്കെ തീർന്നതിന് ശേഷം അടുത്ത ട്രിപ്പിൽ സാനിയ ബാക്കിൽ. ആ ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇന്ന് കുറച്ച് ദൂരെ ഉണ്ട്. എവിടെ ഇതിവിടെ ഹായ് കാണിച്ചു. ഓക്കെ ഓക്കെ, നമ്മളിന്ന് ശരിക്കും പോകുന്നത് ബാത്തു കേവിലാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് സ്റ്റെപ്പാണ് കയറാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ സ്റ്റെപ്പൊക്കെ കയറാൻ? ബേബി ഇറങ്ങിയ സമയത്ത് നല്ല വാശിയായിരുന്നു. അപ്പോൾ വാശി എന്ന് വെച്ചാൽ ഉറങ്ങാനുള്ള വാശിയായിരുന്നു. അപ്പോൾ ഓൾറെഡി ആള് നല്ല ഉറക്കത്തിലാണ്. ഏറ്റവും ബാക്കിൽ ചാലും ഹാനി ഇരിക്കുന്നുണ്ട്. അപ്പം അടുത്ത യാത്ര മുതൽ സാനി ബാക്കിൽ പോകേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം. കുറച്ച് ലോങ് ആണ്. എന്തായാലും പുറത്ത് കുറച്ച് കാലാവസ്ഥ കുറച്ച് ക്ലിയർ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേഘാവൃതമാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നോക്കി മഴ പെയ്യുമെന്നുള്ളത്.
അത് നോക്കിയപ്പോൾ ഒരു 3 മണി ടൈമിൽ മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണെന്നാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ പോകുന്ന ബാത്തു കേവ് സൈഡിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും ഒരു ഗ്രാമപ്രദേശം എന്നൊക്കെ പറയാം. അങ്ങനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വെച്ചാൽ മുമ്പ് നമ്മൾ യാത്ര ചെയ്ത സമയത്ത് കണ്ട അതേപോലത്തെ സ്ഥലങ്ങളല്ല, കുറച്ചും കൂടെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് വഴിയോര കച്ചവടക്കാർ, പിന്നെ റോഡൊക്കെ ചെറുതായി സിംഗിൾ ട്രാക്കൊക്കെ ആയി. അധികം നല്ല അടിപൊളി റോഡായിരുന്നു. കാരണം ഇപ്പം കണ്ടില്ലേ, റെസിഡൻഷ്യൽ ഏരിയാസാണ് കൂടുതലായിട്ട് കണ്ടില്ലേ, ഉള്ള ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഏരിയകൾ. അതും സിറ്റിയിലൊക്കെ ഭയങ്കര അടിപൊളി ഫ്ലാറ്റുകളാണ്. നമ്മളങ്ങനെ മെല്ലെ ഹൈവേയിൽ കയറി എന്ന് പറയാം. കാരണം ഇവിടെ ഇപ്പോൾ വീണ്ടും നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ വന്ന പോലെ 4 ട്രാക്ക് ഉള്ള റോഡുകളൊക്കെ ആയി. കണ്ടില്ലേ, നല്ല വന്നിപ്പോൾ നല്ല സ്പീഡിൽ അതുകൊണ്ട് വണ്ടികളും പോകുന്നുണ്ട്. സൈഡിലൊക്കെ ഇതെല്ലാം നോക്കിയാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇതേപോലെയായിരുന്നു വന്നത്. നല്ല അടിപൊളി റോഡായിരുന്നു. ഇപ്പോൾ വീണ്ടും നല്ല അടിപൊളി റോഡുകളായി. നമ്മളപ്പോൾ ഒരു മലയുടെ അടുത്ത് എത്തുന്നു. ഇവരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ബാക്കിലുണ്ടില്ലേ ഷിമി, ബേബി, സാനി, ആരി, ചാലു, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇന്ന് മഴ പെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗുണ കേവ്സ് ഒക്കെ ഇത് കണ്ട പോലെ നല്ല വലിയ മലയാണ്. ഈ ഉറങ്ങുന്നവർക്കൊക്കെ നമ്മളിനിപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഉറങ്ങിയില്ലേ? ഈ മൊബൈലിൽ നോക്കി എത്ര ഇതായത് 31 അല്ലേ ഇത് ചാർജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് സ്ഥലം. നമ്മളുടെ ഇങ്ങോട്ടേക്ക് അതിന് കയറി വരാൻ പോകുന്നത്. ഇവിടെ ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ് കോഡ്. നമുക്ക് ഇങ്ങോട്ടൊന്നും ഡ്രസ്സുകൾ ഇട്ട് വരാൻ പറ്റില്ല. സ്ലീവ്ലെസ് ഡ്രസ്സ്, സ്വിമ്മിങ് ക്യൂട്ട്സ്, സ്ലീവ്ലെസ് ഡ്രസ്സ്, ബിക്കിനി, ഷോർട്ട് പാൻറ്റ്സ്, മിനി ഷർട്ട്, ഷോർട്ട് പാൻറ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ കേട്ടില്ല. ഞങ്ങളെല്ലാം ട്രൗസർ കാണും. പക്ഷെ ഇങ്ങോട്ടും നമുക്ക് കയറുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ ടെമ്പിളല്ലേ, നമ്മുടെ നാട് പോലത്തെ ഡേ മങ്കി, ശരിക്കും നമ്മളെ സ്ഥലമാണ് ഡേ മങ്കി. monkeys. They were monkeys and the guys monkeys and monkeys. Oh, they would have been there. The Hanuman. Papa is the Hanuman. Ticket counter, ticketed karam. Ticketed to one. ഇവിടെണ്ടല്ലോ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അതേ ടിക്കറ്റ് കൗണ്ടർ ശ്രീരാമായണ കേവ് ടിക്കറ്റ് കൗണ്ടർ. ഇതൊരു അമ്പലമാണ് ഈ കാണുന്നത്. ശ്രീരാമായണ ബത്തു കേവ്സ്. ടിക്കറ്റ് 15 each. 15 each, including child. 37. 23. ഓക്കെ, 37. 15 ഇത് വെച്ചിട്ടാണ് ടിക്കറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആഹാ നോക്കിയേ, ഇതാണപ്പോൾ കേവ്. ശരിക്കും വലിയൊരു മലയുടെ അടുത്താണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇല്ലേ? എന്ത് വലിയ മലയാണ്.
ഈ മലയുടെ തുരന്നിട്ടാണ് ഈ കേവ് ഉണ്ടാക്കിയുള്ളത്. മീനുണ്ടായില് നമ്മളെ നാട്ടിലെ ലാപ്പിയാണ് ശരിക്കും അത്. ഓ വണ്ടിയിൽ എന്ത് വലിയ മലയാണ്. അതേ കിടന്ന് വലിയ ശ്രീരാമന് ആയിരിക്കോ? ശ്രീരാമനല്ല, അത് കൃഷ്ണനായിരിക്കും. കൃഷ്ണനാണല്ലേ? ഈ ഹിന്ദുക്കളുടെ ഈ നേതാക്കന്മാരറിയാത്ത കാരണേ ശരി ദൈവങ്ങളറിയാത്ത കാരണം അത് അവരെ കൃഷ്ണൻ അങ്ങനത്തെ ഒരാളാണ്. ആ ശ്രീകൃഷ്ണനായിരിക്കും കേട്ടോ. അത് മറ്റേ രഥം വലിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. മറ്റേ ഇത് ശ്രീകൃഷ്ണൻ്റെ അവതാരമായിരിക്കും. സൈഡിലൊക്കെ മീനുണ്ട് അല്ലേ? ഫുള്ള് ലാപ്പിയാണുള്ളത് ഇതില്ലേ. അവിടെ ഇതേ ഒരു ആമ തലയും പൊക്കി നിൽക്കുന്നുണ്ട് സൈഡിൽ. എവിടെ? അങ്ങനെ നമ്മൾ ഈ കേവിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഓക്കെ, യെസ്. ഓരോരുത്തർ നമ്മളെ നാട്ടിൽ ഇതിന്മേൽ എഴുതിയുള്ള പോലെ ഓരോരുത്തർ പേര് വെച്ചിരിക്കണം കണ്ടില്ലേ? ഇവിടെ അങ്ങനെ ഉണ്ടല്ലേ? ഓരോരുത്തർ പേര് വെച്ചിരിക്കാണ്. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചതാ എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം അവർ ഇതാക്കി വെച്ചിട്ടുള്ളതാ, റിനോവേഷൻ ചെയ്യണം ഇതാക്കിയുള്ളതാ. പക്ഷേ കേവ് പഴയ ഇതാ. ഓ വെറുതെ ലൈസുള്ളൂ. അതിനുള്ളിൽ എന്താണെന്ന് നോക്കിയാൽ ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. ഇങ്ങനെ ലൈറ്റുകളൊക്കെയാണ്. ബ്രോ യോ ഇതൊരു പാസേജാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണേ. സോ കൂളാ. ഇതെന്താണ് ഇവിടെ കല്ല് വെച്ചേക്കണേ? എന്താണ് ആ കല്ല്? അവിടെ എന്തോ ഒരു കല്ല്. ഫസ്റ്റ് ഇതേ നമുക്ക് ഇത് നോക്കാം. രാവണൻ ഫൈനൽ ബാറ്റിൽ വിത്ത് രാമ. ഫോർ മോർ ഇൻഫർമേഷൻ. ഫൈനൽ ബാറ്റിൽ. ഇത് പണ്ട് അവര് കാട്ടിൽ വസിക്കുന്ന സമയത്തുള്ളത്. ഇത് അതിന് ശേഷം ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ മേലേക്കൊക്കെ കയറാൻ പറ്റും. അത് ഞങ്ങൾ കയറും. ഓക്കെ, ഇവിടുത്തെ ഒന്ന് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇതാരാണ് ഈ ആനയുടെ മേലെ നിൽക്കുന്നത്? അടുത്ത ആനയുടെ മേലെ. ഓ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. చాలా ഫേവറേറ്റ് കളർ. അരട്ടുമുണ്ട്. చాలా ഫേവറേറ്റ് കളറാ. ഓ ഇതൊന്നും ക്യാമറയിലാണ്. ഇവിടെ ഇവിടെ ആരൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാനിയുടെ അടുത്തൊക്കെ കുറച്ച് ഡാർക്കാ. വാത്തിരിച്ചുവാണ്. pretty cool.
നല്ല രീതിയിലെടുത്തു. ഇനി നമ്മത് ഈ എന്താണെന്ന് ഓർമ്മയില്ല, ആനയുടെ മേലെ കയറുന്ന ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നോക്ക്, ഇതാണ് ഇത് സോഡ് പിടിക്കുന്നത്, ഒരു വടി പിടിക്കണം, സോഡ്, ഫുട്ബോൾ ബാറ്റ്, സോഡ് സോഡ് സോഡ്. വാപ്പ അവിടെ വേറൊരു ഭാഗം, അവിടെ വേറൊരു ഭാഗം. ബാബു സ്റ്റോറി പറയാൻ പോകുന്നു. വാൽമീകി എന്ന് പറഞ്ഞ ആളാണ് രാമായണം എഴുതിയത്. അയാളുടെ ഇരുന്ന് രാമായണം എഴുതുന്നു. ഓക്കെ, അതാണ് ആ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് ദശരഥൻ, അയോധ്യയിലെ മഹാരാജാവ് ദശരഥന് കുട്ടികളില്ലാത്ത കാരണം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് അടുത്തതിൽ ഇതേ കുട്ടികളുണ്ടായി. അതില്ലേ കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാൽ 100 കുട്ടികളുണ്ടായി. ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടായത്. രാമ ഈസ് ബോൺ ഓൺ കൗശല്യ ദശരഥൻ. കൗശല്യൊക്കെ ഉണ്ടായതാണ് രാമൻ. അടുത്തതിൽ അറിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടി ലക്ഷ്മണൻ ആൻഡ് ശത്രുഘ്നൻ ആർ ബോൺ ടു സുമിത്ര. ലക്ഷ്മണനും ശത്രുഘ്നൻ. ഓക്കെ, അടുത്ത കുട്ടി ഉണ്ടായത് അവിടെ 2 കുട്ടി ഉണ്ടാവില്ല. അതിലില്ലേ? അതെ, യെസ്. ഇതിൽ ഭരതൻ ബോൺ ടു ക്യൂൻ കൈകേയി. ഇവര് പഠിക്കാൻ പോയതായിരിക്കും. രാമ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ലേണിംഗ് വിദ്യാസ്. അല്ലേ, അവരോരത് പഠിക്കുന്നത്. കണ്ടില്ലേ, താടകീനെ ഇവർ തമ്മിൽ ആക്രമിക്കണത്. ഈ താടകി എന്ന് പറഞ്ഞത് മറ്റേ രാവണന്റെ സിസ്റ്ററാണ്. താടകി എവറി ഇയർ 6th മന്ത് കുംഭകർണൻ കിടന്നുറങ്ങും. പിന്നെ ബാക്കി 6 മന്ത് മാത്രമേ കുംഭകർണൻ എഴുന്നേറ്റിരിക്കുള്ളൂ. ബാക്കി ഫുള്ള് കുംഭകർണൻ കിടന്നുറങ്ങും. അതാണ് കുംഭകർണൻ. കണ്ടില്ലേ? വാപ്പ അവിടെ വേറൊരു ബ്ലൂ ബാഗ് ഉണ്ട്, നമുക്ക് പോവാത്ത. അതെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. അതെ. ഓ മൈ ഗോഡ്, so big. വാപ്പ ഇല്ലാറ് കോയിൻസ് ഇട്ടിരിക്കണം. അതറിയോ, ഒരു ബിസിനസ് ട്രിക്കാണ് കോയിൻസ് ഇട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കോയിൻസ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കിയുള്ള ആളുകൾ ഒരു ഈ പ്രത്യേകിച്ച് ഈ ഹിന്ദുസൊക്കെ ആണെങ്കിൽ ഒരു എന്ത് കരുതും, ഇവിടെ എന്തോ ഒരു ഇത് ചെയ്യുന്നതാ. ഇതാരത്? ശ്രീരാമായണ കേവ് കിരീടധാരണം. 14 വർഷത്തെ വനവാസത്തിന് ശേഷം വന്നിട്ട് കിരീടധാരണം നടത്തിയതാ. അയാൾക്ക് എത്ര ഹെഡുകളാണ്? അതാണ് ആ ഹെഡുകളല്ലേ. അയാൾക്ക് എത്ര ഹെഡാണെന്താ? ഇവിടെ 200 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പിന്റെ മേലെ ഞങ്ങളങ്ങോട്ട് കയറണം. അപ്പൊ ഇവിടെ ഇതുണ്ട്, ഇവിടെ നോ ഷൂസ് അലൗഡ്. എല്ലാവർക്കും ഷൂ ഒപ്പം സോക്സ്. അപ്പൊ ഞാൻ എൻ്റെ ഷൂരി അവിടുമുണ്ട് കയറാൻ. അവിടെ പ്രാർത്ഥന കേട്ടില്ലേ? ഇവിടെ ശിവനത്. ഞാൻ അപ്പൊ ഇവിടെ ഗ്ലിറ്ററിലെന്തോ ഉണ്ട്. വാപ്പിതെന്താ? വാപ്പിരിക്കാൻ പോണ്. എങ്ങനെ ആയിരിക്കില്ല വാപ്പ കാണിച്ചത്.
ഞാൻ ഇരിക്കണത് എടുത്തോ പിടിക്ക്. ഇരുന്നിട്ട് കാലിങ്ങനെ അതെ കാലിങ്ങനെ വെച്ചിട്ട് ഹാനി നീങ്ങ മറിക്കും. അതെ അത് ശിവനാ. വെയിറ്റ് ഇങ്ങനെ ഇരുന്നിട്ടില്ലേ അങ്ങനെ ഇരിക്കണം. കോൺസെൻട്രേഷൻ എനിക്ക് ഇങ്ങനെ ഇരിക്കണം. മതിയേ വാപ്പ പക്ഷെ ബേബിന് ഇരിക്കണം. വരണ്ട അപ്പതേ ഉമ്മക്ക് ഭയങ്കര സ്ലോ ആ. അപ്പതേ ഉമ്മയുടെ ബുക്ക് സ്റ്റക്കായേക്ക വാപ്പ Excuse me. What is on the top? Sorry? What is on the top? Is it worth going Oh. up? Yeah, there's a small space. Same like this. Yeah. But it's not. Oh, it's not. ഇതുപോലെ this place അവിടെ അപ്പതേ സാനും ഹാനും ഇതിന്റെ മേലേക്ക് നമ്മുടെ ഇത് pretty hard ആ. ഹാനിക്ക് പറ്റുന്നുണ്ടാ കേറ് Oh shit. Danny, va. Bro, ഇതാക്കി തരുള്ളൂ. എവിടെ അതെടുക്ക്. അതാരുടെ ഫോൺ? അത് മണിയാ ബ്രോ. അത് നമുക്ക് ആരെങ്കിലും കൊടുക്കാം. അയ്യോ ഒന്നില്ല. ഇത് ഭയങ്കര ഹാർഡാണ്. എല്ലാവർക്കും ഫൈനലി എത്തി. വാപ്പ വാപ്പ ഇരുന്ന സ്ഥലത്തേക്ക് വാ. വാപ്പനെ വിളിക്ക. നമുക്ക് തിരിച്ചു പോവാ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ഇവിടുത്തെ ഒരു ചോദിച്ചറിഞ്ഞു എന്താണ് ഞങ്ങൾ ചോദിച്ചിട്ടറിഞ്ഞു എന്ത് നമ്മളുണ്ടല്ലോ കയറുമ്പോണ്ടല്ലോ റൈറ്റ് സൈഡിൽ അതിന് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിൽ അതിനില്ല. അവർ നമ്മളെ ലീഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽക്കാം. കാരണം എങ്കിൽ മാത്രം അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാരണം അവർ നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് ലീഡ് ചെയ്തത്. ഉമ്മ കുറേ ചോദിച്ച കാരണം നമ്മൾ ചോദിച്ചറിഞ്ഞു റൈറ്റ് സൈഡിലാണ് പോകേണ്ടത്. അത് ഫ്രീ ആയിരുന്നു, പൈസ കൊടുക്കേണ്ട ആവശ്യം വേണ്ടി വന്നില്ല. ഇതിൻ്റെ ഈ സ്റ്റെപ്സ് ചെയ്തിട്ട് താഴെ ഇറങ്ങാൻ പോകുന്നു. ഉമ്മവിയാണോ പോകണ്ട വെറുതെ പൈസ കൊടുക്കുക അല്ലേ. നിങ്ങളാരെങ്കിലും ഒക്കെ ഇവിടെ വരാണെങ്കിൽ അവരുടെ വാക്ക് കേട്ട് വരാൻ പാടില്ല. റൈറ്റ് സൈഡിൽ സ്ട്രെയിറ്റ് പോവാ. ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൊടുത്ത് ഈ സ്ഥലത്ത് വരണ്ടേ. ഈ സ്ഥലത്ത് വരേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഈ ഹിസ്റ്ററി ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സമയവും റൈറ്റ് സൈഡിൽ പോകണം. കാരണം ഉമ്മ ഇപ്പോൾ വീഡിയോ കണ്ട കാരണം ഞങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതേനില്ല സ്ഥലം പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് നടുന്ന് പോയിട്ട് അവിടെ കയറാൻ പോകണം. എന്നിട്ട് നമ്മളുടെ വീണ്ടും സ്റ്റെപ്സ് കയറാൻ പോകണം. ഉമ്മ ഇപ്പോൾ സ്ലോ പറയാനോ ബാങ്ക് വാ. ഞാൻ കുറച്ച് ആശ്വസിച്ച് ഇത്രേ ഉള്ളൂ.
എല്ലാം കൂട്ടിയിട്ട് 262. എല്ലാം കൂട്ടി 262 ആയിരിക്കും. 273 സ്റ്റെപ്സ്. 273 അല്ലേ? അതൊക്കെ 273 സ്റ്റെപ്സ്. 273 സ്റ്റെപ്സാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെല്ല നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് തിരിച്ചു പോകണം. കുറേ സ്റ്റെപ്സ് നടക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഭാഗത്തേക്ക് കയറാൻ പാടില്ല, അപ്പം ഇങ്ങോട്ടേക്ക് മാത്രമേ കയറുള്ളൂ. അവർ ഇങ്ങോട്ടേക്ക് വിട്ടാലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അവർ നമ്മളെ പൈസയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് വിടുന്നതാണ്. കാരണം ഇവിടെ ടിക്കറ്റ് എടുക്കാനാണ്. കാരണം എല്ലാ സമയം തിരിച്ച് എവറി ടൈം റീസേർച്ച് ചെയ്ത് നോക്കണം. ഇവിടെ എല്ലാ സമയവും റീസേർച്ച് എടുത്ത് വേണം ഒരു സ്ഥലത്ത് പോകാനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ എക്സിറ്റ് എടുത്ത് വീഡിയോ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഞങ്ങളുടെ ഇങ്ങനെ എക്സിറ്റ് ചെയ്ത് പോകാൻ പോകുന്നു. ഞങ്ങളുടെ എക്സിറ്റ് ചെയ്തു. ഇവിടുന്ന് സ്ട്രേറ്റ് പോയിട്ടാണ് ഇതുള്ളത്. 270 സ്റ്റെപ്സ്. അതിന് നടക്കാം. നമ്മളെല്ലാം റെഡിയാണ്. ഞാൻ റെഡിയാണ്. മഞ്ചാളൊക്കെ ഉമ്മ വാപ്പ ഇവിടെ ആണ്. ഉമ്മ വാപ്പയുടെ വാപ്പ എല്ലാവർക്കും ഇവിടെ എത്തി. നമ്മളുടെ ഇനി നടന്ന് പോകാൻ പോണ്. ഇനി 30 സ്റ്റെപ്സ് ആകുമ്പോൾ 272 സ്റ്റെപ്സ് ഉണ്ട്. അത് നടന്ന് പോകണം. സ്റ്റെപ്സിൻ്റെ അവിടെ എത്തിയാൽ വീഡിയോ എടുക്കാം.